എല്ലാവർക്കും നമസ്കാരം. വീടിനുള്ളിൽ ചെടികൾ വളർത്തുന്നത് വെറുമൊരു അലങ്കാരം മാത്രമല്ല, അത് ജീവചൈതന്യത്തെയും പ്രകൃതിയെയും വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് ക്ഷണിക്കലാണ്. ജ്യോതിഷപരമായും വാസ്തുശാസ്ത്രപരമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാ ചെടികളും വീടിനുള്ളിൽ വളർത്താൻ യോഗ്യമല്ല. ചിലത് ഐശ്വര്യം കൊണ്ടുവരുമ്പോൾ മറ്റു ചിലത് ദാരിദ്ര്യവും കലഹവും വിളിച്ചു വരുത്തും. ഐശ്വര്യം നൽകുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ കഴിവുള്ള ചില ചെടികളുണ്ട്. അവ മാത്രമേ വീടിനുള്ളിൽ വെക്കാവൂ. ഉദാഹരണത്തിന് മണി പ്ലാന്റ്. പേര് പോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട ചെടിയാണിത്. ഇത് വെക്കേണ്ടത് വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിലാണ്. ഇത് ഗണപതിയുടെയും ശുക്രൻ്റെയും ദിശയാണ്. ഇവിടെ മണി പ്ലാന്റ് വെക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാനും ധനം വരാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. ശ്രദ്ധിക്കുക, മണി പ്ലാന്റ് ഒരിക്കലും വടക്ക് കിഴക്ക് വെക്കരുത്. ഇത് ധനനഷ്ടമുണ്ടാക്കും. ലക്കി ബാമ്പുവും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ചെടിയാണ്. ശാന്തിയും സമാധാനവും നൽകുന്ന ചെടി കൂടിയാണിത്. ഇത് വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ വെക്കാവുന്നതാണ്. കറ്റാർ വാഴയും സ്നേക്ക് പ്ലാന്റും വായുവിനെ ശുദ്ധീകരിക്കുന്നതിനൊപ്പം വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് കളയുകയും ചെയ്യുന്നു. ഇവ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശകളിൽ വെക്കുന്നതാണ് ഉത്തമം. ഇനി കർശനമായും ഒഴിവാക്കേണ്ട ചില ചെടികൾ കൂടിയുണ്ട്. ഇവ വീടിനുള്ളിൽ വെച്ചാൽ ഫലം ദോഷകരമായിരിക്കും. കള്ളിച്ചെടികൾ പോലുള്ള മുള്ളുള്ള സസ്യങ്ങൾ വീടിനുള്ളിൽ വെക്കരുത്. ഇവ കുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കങ്ങളും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കും. മുള്ള് വേദനയുടെ ലക്ഷണമാണ്. റോസ് ചെടി വളർത്താമെങ്കിലും അത് വീടിന് പുറത്ത് നിൽക്കുന്നതാണ് നല്ലത്. ബോൺസായി ചെടികളും വാസ്തുശാസ്ത്ര പ്രകാരം വളർച്ചയെ തടയുന്ന ലക്ഷണമാണ്. കരിയറിലും ജീവിതത്തിലും ഉയർച്ച ആഗ്രഹിക്കുന്നവർ ഇത് വീടിനുള്ളിൽ വെക്കരുത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പൂക്കളോ ഉണങ്ങിയ പൂക്കളോ പൊടി പിടിച്ചിരിക്കുന്നത് മൃതമായ ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജീവനുള്ള പച്ചപ്പുള്ള ചെടികൾ മാത്രം വെക്കുക. ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും ഭാരം കുറഞ്ഞതായിരിക്കണം. അവിടെ വലിയ മരങ്ങളോ വലിയ ചെടിച്ചട്ടികളോ വെക്കരുത്. അവിടെ തുളസിയോ ചെറിയ അലങ്കാര ചെടികളോ മാത്രം വെക്കുക. വീടിനുള്ളിലെ ചെടികളുടെ ഇലകൾ പഴുക്കുകയോ ഉണങ്ങുകയോ ചെയ്താൽ അപ്പോൾ തന്നെ അത് മുറിച്ചു മാറ്റണം. കേടുവന്ന ചെടികൾ വീട്ടിൽ വെക്കുന്നത് അശുഭകരമാണ്. ചെടികൾ ജീവനുള്ളവയാണ്. നിങ്ങൾ അവയെ സ്നേഹിച്ചാൽ അവ തിരിച്ച് നിങ്ങൾക്ക് പ്രാണവായുവും ഐശ്വര്യവും നൽകും. എന്നാൽ തെറ്റായ ചെടികൾ തെറ്റായ സ്ഥാനത്ത് വെക്കുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നോർക്കുക. നിങ്ങളിപ്പോൾ വീടിനുള്ളിൽ ഏതെങ്കിലും ചെടികൾ വളർത്തുന്നുണ്ടോ? അവ ഏത് ദിശയിലാണ് വെച്ചിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്താൽ അത് മാറ്റേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് പറയുന്നതാണ്. നന്ദി.